മാറ്റിക്കോ. അയ്യോ വീട് എവിടെയാ? ഇവിടെ 5ാമത്തെ വീട്. നേരെ ഹാവൂ എടാ പോയി. ഇനി പേടിക്കണ്ട. ഈ സംഭവം നോക്കിയേ. കോൺസ്റ്റബിൾ അറ്റാക്ക്. എടാ പണി വഴിയാ. ഓടിക്കോടാ. ഓട് എടാ ഓടടാ. ഓട് ഓട്. നിക്കടാ. 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 സോറി സാർ. കുട്ടികളെ പോലെ വെറുതെ വിടില്ലടാ നീ. സാറേ വാർഷികത്തിന് വേണ്ടിയുള്ള പ്രാക്ടീസ് ആണ് സാറേ. മക്കളെ പിന്നെ കളിക്കടാ. പിള്ളേരത്താണ് കളിക്കുന്നത്. അതിനുശേഷം സബ് ജൂനിയർ പെൺകുട്ടികളുടെ ഭരതനാട്യം ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്പോൾ വേദിയിൽ ചെസ് നമ്പർ 162. ടീച്ചറെ നന്നായിട്ട് മോളെ പുറയിലോട്ട് പാട്ട് ശരിക്കും കേട്ടിരുന്നോ? അതിന് പുറയിൽ ആളൊന്നും ഇല്ലായിരുന്നല്ലോ. കിഷോറെ സാവിത്രി നന്നായിട്ടോ. ഫസ്റ്റ് കുട്ടിക്ക് എന്നെ നിനക്ക് ഉണ്ട കിട്ടും. പോ അവിടുന്ന്. നീ ഇങ്ങനെ ബൊമ്മ പോലെ ഇരുന്നോ. സമ്മാനം കിട്ടിയില്ലെന്നല്ലേ ഉള്ളൂ. ഇവിടെ ആരും ചത്തൊന്നുമില്ലല്ലോ. ഒറ്റ ചവിട്ട് വെച്ചെന്താണ്ടല്ലോ. ചേച്ചി എന്തിനാ എന്നെ വെക്കിട്ട് കയറുന്നേ? മര്യാദയിൽ കളിച്ചിരുന്നെങ്കിൽ സമ്മാനം കിട്ടൂലായിരുന്നോ? കിഷോർ ഇറങ്ങിക്കോ. നിന്റെ വീടെത്തി. ചേച്ചി ചേച്ചി വാളിന്റെ കുറവുണ്ട് തെണ്ടിക്ക്. എന്താ സാവിത്രി ഇത്? അല്ല ടീച്ചറെ അവന്റെ സൂക്കേടുണ്ടോ? പോട്ടടി, അവൻ കുട്ടിയല്ലേ. നീ സങ്കടപ്പെടണ്ട. അടുത്ത കോമ്പറ്റീഷന് നമ്മൾ എന്തായാലും പ്രൈസ് വാങ്ങിയിരിക്കും. അയ്യോ ഞാനൊരു കോമ്പറ്റീഷനും ഇല്ലേ. ഒരോണക്ക മത്സരവും കുറെ വിവരം കേട്ട ജഡ്ജിമാരും. അതെ അവിടെ നിർത്തിക്കോ. ഇറങ്ങിക്കോ. ശരി പോട്ടെ ടീച്ചറെ. ശരി മോളെ. ഇനിയിപ്പോ ഇവിടെ എന്താണാവോ കൂത്ത്? വന്നോ? ഇന്ന് എവിടെയായിരുന്നടി പാട്ട് കൂത്തും? നീ കഴിക്കടോ. മുമ്പൊന്ന് മാറടി. പോയി കിടന്നുറങ്ങാളെ. കളനെ കാലിനും വേണ്ടേ? ഗോപിയെ ഇതൊന്ന് ശരിയാക്കിയേ. ആ പെണ്ണ് ഇത് കടത്തി പണ്ടാരടക്കെ മനസ്സമാധാനത്തോട് കണ്ടുപിടിക്കാൻ തള സമ്മതിക്കൂല. എന്താണേ എപ്പ TV വെച്ചാൽ ഈ കുരുപ്പ് വന്ന് നിർത്തും. അശ്രീകരം 24 മണിക്കൂറും തള്ള ടിവിയുടെ മുമ്പ് തന്നെ. ഇതെല്ലാം കൂടി ഞാൻ ചവിട്ടി കൂട്ടും. പറഞ്ഞല്ലാതെ വേണ്ട. ഇവളെ ഇങ്ങനെ പാട്ടും കൂത്തുമായിട്ട് വിട്ടാ മതിയോ? കെട്ടിച്ചു വിടണ്ടേ ഗോപിയേട്ടാ? അത് നീ നശൂലത്തിന്റെ തെരഞ്ഞ ആരിങ്ങോട്ട് വരാനാ? ആ ലൈൻമാൻ ദിവാകനെ എത്ര തവണ ഇവിടെ അന്വേഷിച്ചു വന്നതാ. അപ്പൊ ഇവൾക്ക് അവൻ സൗന്ദര്യം പോരാന്ന്. നിനക്ക് എത്ര വയസ്സായടി? അറിഞ്ഞിട്ടിപ്പോ എന്തിനാ? നിന്റെ അമ്മയുടെ 16-ന്. കുമാര, എത്രയും പെട്ടെന്ന് ഇവൾക്ക് വേണ്ടി നീ ഒരു ചെറുക്കനെ കണ്ടുപിടിക്കണം. ഇനിയിപ്പൊ വല്ല ചട്ടനോ പൊട്ടനോ ആയാലും ഒരു കുഴപ്പമില്ല. പക്ഷെ അക്കാര്യത്തിന് 10 പൈസ ഞാൻ ചെലവാക്കൂല. അത്ര ബുദ്ധിമുട്ടി ഇവിടെ ആരും എനിക്ക് ചെറുക്കനെ ഉണ്ടാക്കണ്ട. സ്വന്തം കൂടെ വയസ്സറിയില്ല. പിന്നെ ആ ചെക്കൻ എന്താടി നിന്ന് പെറുപിറുക്കുന്നത്? തിങ്കളാഴ്ച ഇവിടെ കുറച്ചു പേര് വരും പെണ്ണേ. നീ കണ്ടവിടെ സർക്കിട്ട് അടിക്കാതെ ഇവിടെ തന്നെ ഉണ്ടാവണം.
പെണ്ണ് ഗോപിയെ ഇവളെ പിന്നെയും കെടുത്തി. എന്തേ? ഒരു ഫോട്ടോ എടുക്കണം. പാസ്പോർട്ടാ? അല്ല, സിനിമയിലേക്കാ. മുനീറേ, ഐ സിനിമയ്ക്കല്ലേ? മുനീറേ, എന്തിയേ? സിനിമയ്ക്ക് അത്രേ, ഒന്ന് എടുത്തു കൊടുത്താളാ. ഏത് പടത്തിൽക്കാ? അതറിയില്ല. നായകരാ? ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ആൽബത്തിലെ മൊഞ്ചുള്ള ഹസീന. കണ്ടണ്ട? ഇല്ല. ഷൂട്ടിങ് മുഴുവനും കഴിഞ്ഞപ്പോ ഹസീന എൻ്റെ തലയിലായി. അതോടെ അഭിനയം നിർത്തി. ഒന്ന് ചെറുക്കി. അയച്ചാ മതി. നിങ്ങക്ക് നായക വേഷം ഉറപ്പാ. നീ ഇങ്ങനെ ഉറപ്പിക്കാൻ തുടങ്ങിയിട്ട് 10-15 പ്രാവശ്യമായി. ഇന്നേ വരെ നായകൻ പോയിട്ട് തല കാണിക്കാൻ പോലും ആരും വിളിച്ചിട്ടില്ല. നിങ്ങൾ ഇങ്ങനെ ബേജാറാവാണ്ടിരിക്കണ്ടിക്ക. പട്ടണപ്രവേശത്തിൽ ലാലേട്ടൻ പറയണില്ലേ, എല്ലാത്തിനും അതിന്റേതായ സമയമുണ്ടെന്ന്. പട്ടണപ്രവേശത്തിലല്ലടി പോത്തെ, നാടോടിക്കാറ്റില്. ആ പക്ഷെങ്കിലൊന്ന് വേഗം വേണം കേട്ടോക്കാ. ഇനി സുഹറാന്റെയും സീനത്തിന്റെ നിക്കാഹ് കഴിഞ്ഞാ പിന്നെ നിക്കങ്ങൾ നായകനാവിടുന്ന് കാത്തിരിക്കാൻ പറ്റൂല. ഉപ്പ എന്നെ വേറെ ആർക്കെങ്കിലും പിടിച്ചു കെട്ടിച്ചു കൊടുക്കും. ഏത് സുഹറ സീനത്തും എന്റെ എത്താത്തമാരേ. ഓ, എന്റെ വാപ്പ ഇങ്ങനെ 4-5 ഉണ്ടാക്കിയോണ്ട് ഇത്തിരി സമയം കിട്ടി. എന്റെ വാപ്പാനെ കളിയാക്കണ്ട കേട്ടോ നിങ്ങള്. അല്ല, ഡയറി മിൽക്ക് നാളെ ദുബായിന്ന് ഫേസലൊക്കെ വന്നപ്പോ കൊണ്ടുവന്നേനു ഒക്കെ തീർന്നു. ഇതിന് വീട്ടിൽ കൊണ്ടുപോവാ. സുഹറാക്കും സീനത്തിനും കൊടുക്കാലോ. ചോറക്കും സീനത്തിനും ഓരുടെ ആൾക്കാർ വാങ്ങിക്കൊടുത്തോളൂ. ഇത് നമുക്ക് രണ്ടാക്കും. നിങ്ങള് സിനിമ നടനാവുമ്പോ കൊറേ നായകന്മാരുടെ കൂടെ ഒക്കെ അഭിനയിക്കേണ്ടി വരില്ലേ? അപ്പോ നിങ്ങൾ ശരിക്കും അവരെയൊക്കെ പോയി കെട്ടിപ്പിടിക്കോ? എടി ബുദ്ധൂസേ, അതൊക്കെ ക്യാമറ ട്രിക്ക് അല്ലേ. ഇപ്പോ ഞാനൊരു നായികേനെ കെട്ടിപ്പിടിക്കുന്ന സീനാന്ന് വിചാരിക്കാം. ഇവിടെ ശരിക്കും ആളുണ്ടാവില്ല. ഞാൻ ആളുണ്ടെന്ന് കരുതി കെട്ടിപ്പിടിക്കും. പിന്നെ നായികേനെ ക്യാമറ ട്രിക്ക് ചേർക്കും. ഇപ്പൊ ഒരു മുത്തം വെക്കണ രംഗാന്ന് വിചാരിക്കാം. വേണ്ട വേണ്ട, എനിക്ക് മനസ്സിലായി. ക്യാമറ ട്രിക്ക് അല്ലേ? മനസ്സിലായല്ലേ? സൈനബാ നിക്ക്. ഗോപി, നീ പിന്നെയും കെട്ടിയാ? നിക്ക് നിക്ക് നിക്ക്. ഇസുവിന്റെ എത്രാമത്തെ കല്യാണാവോ? എന്നാ പിന്നെ പോയിട്ട് വരാം. ഓ ആയിക്കോട്ടെ. എന്താ മകന്റെ പേര്? സമയാന്ത്. സമയാന്ത്. നീ പോയിട്ട് ഒരു ചായ തിളപ്പിക്ക്.